തൃക്കാക്കരയിലും കള്ള വോട്ടുകളുണ്ടെന്ന് പരാതി ഉയരുന്നു. ഒരേ വീട്ടു നമ്പറിൽ 59 വോട്ടുകൾ. ദേശീയ കവല എന്ന വാർഡിലാണ് അനധികൃത വോട്ടർമാരെ കണ്ടത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത്രയും വോട്ടുകൾ പോൾ ചെയ്തതായി പരാതി ഉയരുന്നു. നിതിൻ അംബുജൻ വീണ്ടും ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നിതിൻ, ശരിക്കും ഒരു പണ്ടോറാസ് ബോക്സ് തുറന്നതാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്നൊരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിട്ടുണ്ട്. പണ്ടോറയുടെ പെട്ടി തുറന്ന അതേ അവസ്ഥയാണ്. എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെയുള്ള കള്ളവോട്ടുകളുടെ കാര്യം വരുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെയാണ്. കാരണം വ്യാപകമായാണ് കള്ളവോട്ട് പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും സമാനമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ തന്നെ മുണ്ടമ്പലി ഡിവിഷനിൽ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉയർന്നത്. അത് അതിഥി തൊഴിലാളികളാണ് വ്യാപകമായി ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പരാതിയാണ് മുണ്ടമ്പലി ഡിവിഷനും അതോടൊപ്പം തന്നെ മറ്റ് പല ഡിവിഷനിലും ഉയർന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് തൃക്കാക്കരയിൽ UDF ഭരിക്കുന്ന നഗരസഭയാണ് തൃക്കാക്കരയിലെ ദേശീയ കവല എന്ന വാർഡിലാണ് ഇത്തരത്തിൽ അനധികൃത വോട്ടർമാർ കയറിക്കൂടിയെന്ന ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത്രയും വോട്ടുകൾ പോൾ ചെയ്തെന്ന പരാതി ഉണ്ടായിട്ടുണ്ട്. അത് ആ സമയത്ത് തന്നെ പരാതി ഉയർന്നെങ്കിലും പക്ഷേ അപ്പോഴേക്കും അത് ഫൈനൽ ലിസ്റ്റ് വന്നു. അതിനുശേഷം അത് ആ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്ത് പോയി. പക്ഷേ ഇപ്പോഴത്തെ പുതിയ പട്ടിക വന്നതിലും സമാനമായ നിലയിൽ തന്നെ അനധികൃതമായ വോട്ടുകൾ കയറിക്കൂടിയിട്ടുണ്ട്. അതായത് 59 വോട്ടുകളാണ് ഒരു വീട്ടു നമ്പർ തന്നെ ഉള്ളത്. 34/359 എന്ന വീട്ടു നമ്പറിലാണ് 59 വോട്ടർമാരെ ചേർത്തത്. അതോടൊപ്പം തന്നെ 34/382 എന്ന വീട്ടു നമ്പറിലും സമാനമായ നിലയിൽ തന്നെ വ്യാപകമായി വോട്ടർമാരെ ചേർത്തായിട്ട് തന്നെ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം തൃക്കാക്കര എന്നുള്ളത് ജില്ലാ ആസ്ഥാനം, അത് അവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിരവധി തൊഴിലാളികളൊക്കെ തന്നെ അവിടെ പണിയെടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ആ തൊഴിലാവശ്യത്തിന് എത്തുന്ന ആളുകളൊക്കെ തന്നെ ഈ വോട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്.